നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ മിന്നും പ്രകടനത്തോടെ കസറുകയാണ് ജസ്പ്രീത് ബുംറ. 30 വിക്കറ്റുകളോടെ ഇത്തവണത്തെ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ വിക്കറ്റ് വേട്ടക്കാരിൽ ബുംറ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ICC ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ബുംറ. 907 റേറ്റിംഗ് പോയിന്റോടെയാണ് ബുംറ ബോളർമാരുടെ റാങ്കിങ്ങിൽ തലപ്പത്ത് എത്തിയിരിക്കുന്നത്. അശ്വിന്റെ 904 റേറ്റിംഗ് പോയിന്റിന്റെ റെക്കോർഡാണ് ബുംറ ഇതോടെ മറികടന്നത്. ഇത് പുത്തൻ റെക്കോർഡായി മാറിയിരിക്കുകയാണ്. ICC ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡിൽ ബുംറ എത്തിയിട്ടുണ്ട്. മറ്റൊരു ഇന്ത്യൻ ബോളർക്കും നേടാൻ സാധിക്കാത്ത ചരിത്ര നേട്ടത്തിലാണ് ബുംറ ഇപ്പോൾ നിൽക്കുന്നത്. ആധുനിക ക്രിക്കറ്റിലെ ബൗളിംഗ് മികവ് പരിശോധിക്കുമ്പോൾ ബുംറയെ പോലെ സ്ഥിരതയോടെ മിന്നിക്കുന്ന മറ്റൊരു പേസറും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2024 ടെസ്റ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ കൂടിയാണ് ബുംറ. 13 മത്സരത്തിൽ നിന്നായി 71 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. ഇതിൽ 5 തവണ 5 വിക്കറ്റ് പ്രകടനം നടത്താനും 4 തവണ 4 വിക്കറ്റ് പ്രകടനം നടത്താനും ബുംറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബോളർമാരിൽ 2ാം സ്ഥാനത്തുള്ളത് രവീന്ദ്ര ജഡേജയാണ്. 48 വിക്കറ്റുകളാണ് ടെസ്റ്റിൽ ഈ വർഷം ജഡേജ നേടിയത്. ടെസ്റ്റ് റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്താണ് ജഡേജയുള്ളത്. ആദ്യത്തെ 10 സ്ഥാനത്തുള്ള ഇന്ത്യൻ താരങ്ങൾ ബുംറയും ജഡേജയും മാത്രം. ജോഷ് ഹേസൽവുഡ്, പാറ്റ് കമ്മിൻസ്, കഗീസോ റബാദ, മാർക്കോ യാൻസൺ, മാറ്റ് ഹെൻറി, അതുപോലെ തന്നെ നഥാൻ ലിയൺ, പ്രഭാത് ജയസൂര്യ, നമാൻ അലി എന്നിവരാണ് 2 മുതൽ 9 വരെ സ്ഥാനങ്ങളിലുള്ളത്. ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ രവീന്ദ്ര ജഡേജയാണ് തലപ്പത്ത്. അക്ഷർ പട്ടേൽ 11ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. അശ്വിൻ വിരമിച്ചതിനാൽ തന്നെ അദ്ദേഹത്തെ ഇനി റാങ്കിങ്ങിൽ പരിഗണിക്കില്ല. നേരത്തെ 2ാം സ്ഥാനക്കാരനായിരുന്നു അശ്വിൻ. സമീപകാലത്ത് മിന്നും പ്രകടനം നടത്തുന്ന ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. ഓസ്ട്രേലിയയിൽ പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ച ബുംറ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് രോഹിത് ശർമ്മ തിരിച്ചെത്തിയപ്പോൾ ബുംറയ്ക്ക് നായകസ്ഥാനം മാറിക്കൊടുക്കേണ്ടിയും വന്നു. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയിൽ ദുരന്തമായി മാറുന്ന സാഹചര്യത്തിൽ നായകസ്ഥാനത്തേക്ക് ബുംറയെ കൊണ്ടുവരുന്നത് തന്നെയാണ് ഇന്ത്യൻ ടീമിനും താല്പര്യം. സിഡ്നിയിൽ നടക്കുന്ന 5ാം ടെസ്റ്റിൽ ബുംറ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. എന്തായാലും ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് ശേഷം ബുംറ ഇന്ത്യയുടെ ടെസ്റ്റ് നായകസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യത കൂടുതലാണ്. ഏത് പിച്ചിലും മികവ് കാട്ടുന്ന ബുംറ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പേസറാണെന്ന് തന്നെ നിസ്സംശയം പറയാം. ഇതേ മികവ് തുടർന്നാൽ ക്രിക്കറ്റിലെ പല വമ്പൻ റെക്കോർഡുകളും സ്വന്തം പേരിലാക്കാൻ ബുംറയ്ക്ക് സാധിക്കുമെന്നും നമ്മൾ നിസ്സംശയം പറയുകയാണ്. നാട്ടിൽ ന്യൂസിലാൻഡിനോട് വൈറ്റ് വാഷ് നേരിടുകയും ഓസ്ട്രേലിയയിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വരികയും ചെയ്തെങ്കിലും ടീം റാങ്കിങ്ങിൽ ഇന്ത്യ ആധിപത്യം കാട്ടുകയാണ്. നിലവിലെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ടീം 2ാം സ്ഥാനത്താണുള്ളത്. 111 പോയിന്റുകളാണ് ഇന്ത്യക്കുള്ളത്. 124 പോയിന്റുള്ള ഓസ്ട്രേലിയ റാങ്കിങ്ങിൽ തലപ്പത്ത് നിൽക്കുകയാണ്. ഇത്തവണ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട്.